SKN40 ഭാഗമായി 24 നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ പ്രഭാതത്തിൽ. അല്ലെ സ്മിത? അപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 7 ദിവസത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ആളുകളുടെ ഒരു വലിയ പങ്കാളിത്തം, അവരുടെ ഒരു വലിയ പിന്തുണ, അത് നമുക്ക് വലിയൊരു ഊർജ്ജമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടത് ഗോപികൃഷ്ണൻ, നമ്മൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളിൽ നിന്ന് കുറച്ചു പേരൊക്കെയാണ് വരിക. ഇതിപ്പോ അങ്ങനെയല്ല, എല്ലാ മേഖലകളിൽ നിന്നും. അതിലൊരു കക്ഷി രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ ജാതി മത ഭേദമില്ല, സ്ത്രീ പുരുഷൻ പ്രായ വ്യത്യാസങ്ങൾ ഇതൊന്നുമില്ല. കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ നമുക്കൊപ്പമുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ ലഹരിയും അക്രമവും അതിന് നമുക്ക് എന്തായാലും പൂർണ്ണമായും ഒരു തടയിടേണ്ടിയിരിക്കുന്നു, അതിന് നമ്മളോടൊപ്പമുണ്ട് എന്ന് എല്ലാവരും പറയുന്നു. ഇപ്പോ നമുക്കൊപ്പം ചേരുന്നത് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആണ് മധു ബാബു. അദ്ദേഹത്തിന് ഞാൻ ഈ നെയിം ബോർഡിൽ നോക്കിയിട്ടാ വായിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഒരിക്കൽ തെറ്റിയ പിന്നെ ഓർമ്മിക്കുമല്ലോ. അപ്പം ഈ പൊതുവെ ഈ ആലപ്പുഴയുടെ ഒരു അവസ്ഥ എന്താണ്? ആലപ്പുഴയിൽ ഈ ജനസാന്ദ്രത കൂടുതലാണ്, എങ്കിലും ആളുകളുടെ ഒരു സഹകരണമുണ്ട്. പിന്നെ ടൂറിസം അഭിവൃദ്ധിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളും മറ്റുമൊക്കെ ഉണ്ട്. പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. സ്കൂളുകളിലെ നിരീക്ഷണം എങ്ങനെയായി? കാര്യം ചെറിയ കുട്ടികളാണല്ലോ ഇവരുടെ ടാർഗറ്റ് പോയിന്റ്. ഇപ്പോൾ സ്കൂളുകളിൽ നമ്മൾ എൻ്റെ സൈക്കോളജിക്കലായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കുട്ടികളിൽ മിക്കവരും അവരുടെ ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് കാരണമാണ് ഇത് ഉണ്ടാകുന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ എപ്രകാരം കുട്ടികൾക്ക് ഒരു ഏത് രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ അങ്ങയുടെ ചിന്തയിലുള്ളത്? അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ അവരനുഭവിക്കുന്നത് ഇപ്പോൾ ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെ ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ കൊണ്ട് മാതാപിതാക്കളുടെ താല്പര്യാർത്ഥം ചേർക്കുന്ന ഒരു പ്രവണത പ്രഷർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശരിക്കുമുള്ള ഒരു ഗൈഡൻസും ഈ കുട്ടികളെ എപ്രകാരമാണ് പിന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാതാപിതാക്കളാണ് അറിയേണ്ടത്. കാരണം അവർക്ക് ഇപ്പം നമ്മൾ ബോധവൽക്കരണ ക്ലാസ് എടുക്കേണ്ട ഒരു സ്ഥലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന കുട്ടികളെക്കാളും മാതാപിതാക്കളെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. അതെ, എപ്രകാരമാണ് ഈ കുട്ടികളെ ഇത് വളർത്തിക്കൊണ്ടുവരുന്നതിനെ പറ്റി ഒരു ഗ്രാഹ്യം ഈ വിദ്യാസമ്പന്നരായ മാതാപിതാക്കൾക്ക് ഇല്ലെന്നുള്ള ടെൻഷൻ കൂടുതലാ. അതെ അതെ, അങ്ങനെ ഒരു അവസ്ഥയാണ്. അവർക്ക് ജീവിതത്തിൽ നേടാൻ പറ്റാത്ത കാര്യങ്ങൾ മുഴുവൻ ഈ 1.5 കുട്ടികളിൽ നിന്ന് നേടിയെടുക്കണം എന്നവർക്ക് നിർബന്ധമാണ്. അതെ, ആ രീതിയിലാണ്. ഇപ്പൊ പഴയ രീതിയിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴമക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ തന്നെയും കുട്ടികളെ ഏത് രീതിയിൽ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി ഒരു ദിശാബോധം അവർക്കുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് അത് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ അലട്ടുന്ന പ്രശ്നം. ഓക്കെ, എന്തായാലും ധീരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. കാര്യം പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ നീക്കങ്ങളിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായപ്പോൾ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവും പിന്തുണയുണ്ട്. അപ്പം ഇതൊരു പ്രത്യേക അവസരമാണ്. ഇത് അസാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഇത്ര പിന്തുണ കിട്ടാറുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിമർശിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആൾക്കാർക്ക് കുട്ടികളൊരു ആശങ്കയായി മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എക്സസ് കാണിച്ചാലും ഓക്കെ എന്നുള്ള ലൈനാ അവര്. എക്സസ് കാണിക്കണ്ട. അല്ലാതെ എക്സസ് അല്ല, ഇപ്പം ശരിക്കും പറഞ്ഞ നാട് ഇപ്പൊ ഉണർന്നു കഴിഞ്ഞു. മാധ്യമങ്ങളുടെ പങ്കതിൽ വളരെ വലുതാണ്. മാധ്യമങ്ങൾ നമ്മളെവിടെ ചെന്നാലും യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ പോകുമ്പോൾ ഒരു 10-15 പേരൊക്കെ കൂടുന്ന ഒരു സ്ഥലത്തൊക്കെ 250-500 പേര് കൂടുകയാണ്. അപ്പൊ ഈ ടെലിവിഷൻ കണ്ട് മാത്രം വരുന്നവർ നമ്മൾ വിളിക്കുന്നല്ലോ. അതെ അതെ, അവരുടെ ഉത്കണ്ഠയാണ്. ആ കൂട്ടായ്മ വേണമെന്നുള്ളൊരു തോന്നൽ, അത് അനിവാര്യമാണെന്നുള്ള തോന്നൽ. നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ മൊബൈലിൽ നോക്കുക, മൊബൈലിൽ കുത്ത്, അതൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു സംഭവം അതൊരു സിഗ്നലാ, ഇയാടെ പ്രസംഗം നിർത്തിച്ചു പോടും എന്നവൻ പറയുന്നതിന് തുല്യമാണ്. പക്ഷെ ഇപ്പോഴങ്ങനല്ല. മൊബൈലൊക്കെ താഴ്ത്തി വെച്ചിട്ട് എന്തോ വെളിപാട് കേൾക്കുന്ന പോലെ പറയും ഇനി എന്താ ചെയ്യാൻ വേണ്ടത്, ഇന്ന് എന്തൊക്കെയാണ് പരിഹാരം. അത് അവര് ആശങ്കയാണ്, ഉത്കണ്ഠയുടെ പിച്ചാത്തി മോനയിൽ ഇരിക്കുന്ന പോലെ. അത് തങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും ഇത് വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് കണ്ടപ്പോഴാണ് ആളുകൾ അലർട്ടായത്. നേരത്തെ ഇത് എവിടെയെങ്കിലും സംബന്ധിച്ച് എനിക്കെന്ത് കാര്യം എന്നുള്ളതായിരുന്നു. പല ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ തന്നെ വളരെ വിമുഖരായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല എന്റെ പ്രസംഗത്തെ എവിടെ ഒരാൾ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രസംഗം. അപ്പം ഇതൊരു സുവിശേഷം പോലെ ഒരു വളരെ സംശുദ്ധിയോടെ കേട്ടോണ്ടിരിക്കുക. അതെ അതെ, നമ്മളൊക്കെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു പുരോഹിതരുടെ ആ ഒരു ഭാഗത്തേക്ക്. ലോഹേട്ടന്റെ ഒരു അല്ല, ഇവരുടെ ചലഞ്ചസ് എന്താണ് സർ? ചലഞ്ചസ് എന്തൊക്കെയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്? ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിൽ പലരും ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഭയം മാറുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അത് മാറുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവര് ഈ സാധാരണ ഇപ്പൊ ഞങ്ങളുടെ ജനമൈത്രി സംവിധാനമുണ്ട്, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരുണ്ട്. അവരിലൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ലീക്ക് ആവുമോ, അത് തങ്ങൾക്ക് വിനയാവുമോ
അല്ലെങ്കിൽ പോലീസുകാരിൽ നിന്ന് ഇതേ രീതിയിൽ ഇൻഫർമേഷൻ ചോർന്ന് പോയി കഴിഞ്ഞാൽ തങ്ങൾ ആക്രമിക്കപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉൾക്കരണം പേടിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മള് ഉടലോടെ വീണിരിക്കുക. അതെ അതെ, മൊത്തം നമ്മളാകെ തറവാറായിരിക്കുകയാണ്. അപ്പൊ പേടിച്ചിട്ടെന്താ അല്ല, അവർക്ക് എന്ത് പ്രൊട്ടക്ഷനാ കൊടുക്കുക അങ്ങനെ പേടിക്കുന്നവർക്ക്? ആളുകൾ വരണമല്ലോ. ഇന്നലെ മണ്ണാർശാല ടെമ്പിളിന്റെ അടുത്ത് നമ്മൾ പോയപ്പോ ഒരു പെൺകുട്ടി പതുക്കെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാ, ഇവിടെ ഈ പരിസരത്തൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് മുതിർന്ന കുട്ടികൾ, ചെറിയ കുട്ടികളെ വരെ കളിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സ്പോർട്സ് ഒക്കെ പ്രോത്സാഹിപ്പിക്കും. അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് വൈകുന്നേരങ്ങളിൽ കൂടുതൽ വൈകുന്നു കുട്ടികൾ, അപ്പൊ ഇവരിത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് പേടിയാണ്. എന്നോട് പതുക്കെ വന്നിട്ട് അത് പറഞ്ഞത്. അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആ കുട്ടി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അധികൃതരുടെ മുന്നിൽ ആ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് പറഞ്ഞു. ഈ ഒരു പ്രശ്നമുണ്ട്, ഭയമുണ്ട്. അതെ അതെ, അത് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥര് മാത്രമേ ഈ ഇൻഫർമേഷൻ ഇത് കീപ്പ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ ലീക്കാകുന്നുള്ളതാണ്. അപ്പോൾ സാധാരണ പോലീസുകാരാണ് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരിൽ ഒരു വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഒരു പോംവഴിയായിട്ട് ഇപ്പോൾ ഉള്ളത്. അതുപോലെ അവരെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യും വേണം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ്. കാരണം കുറേയൊക്കെ ആൾക്കാരുടെ ഉത്കണ്ഠയാണത്. അല്ല, മാത്രമല്ല ഇത് പോലീസിനും എക്സൈസിനും അതുപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കെല്ലാം അസാധാരണ സാഹചര്യമായത്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഈ പ്രളയം വന്ന പോലെയോ അതല്ലെങ്കിൽ കോവിഡ് വന്ന പോലെയോ ഒരു സാഹചര്യമാണത്. അപ്പോൾ ഈ സാഹചര്യം അൺയൂഷ്വൽ നടപടിയുമായിട്ട് നേരിടാൻ പറ്റൂ. അൺയൂഷ്വൽ സാഹചര്യമാണ്, സർക്കാർ പറഞ്ഞാൽ അൺയൂഷ്വൽ നടപടിയും വേണം. അപ്പോൾ ഈ പോലീസുകാരെന്നല്ല, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചേ പറ്റൂ. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ അതേ രീതിയിൽ ആളുകൾ അലർട്ടായതുകൊണ്ടാണ് കൂടുതൽ കേസുകൾ ഡിറ്റക്ട് ചെയ്യും. മാത്രമല്ല ഇപ്പൊ എപ്പോഴും ഓരോരുത്തർ വളരെ നിരീക്ഷണ പാഠകമാണ്. തങ്ങളുടെ അയൽവക്കത്തുള്ള കുട്ടികൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആളുകളുടെ ഒരു കൂട്ടായ്മ കാണുകയാണെങ്കിൽ, കുട്ടികൾ കൗമാരക്കാരുടെ കൂട്ടായ്മ കാണുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരു നിരീക്ഷണമുണ്ട്. അല്ല, ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരാൾ ചോദിച്ചത് പിടിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം എന്നാണ്. അതായത് കേരളത്തിലെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളും കൺവിക്ഷൻ റേറ്റും തമ്മിൽ നോക്കിയാൽ ഒരു ബന്ധവുമില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അത് നമ്മളിപ്പോൾ അത് പരിശോധിച്ച് വരികയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രോസിക്യൂഷന്റെ ഭാഗം ചില സമയത്ത് ഈ സാക്ഷികൾ അത് കൂടുതൽ റിവീൽ ചെയ്യാത്ത ചില സംഗതികളുണ്ട്. ചിലപ്പം പിന്നെ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അവര് മറ്റു തരത്തിൽ പിൻവാങ്ങും. പിൻവാങ്ങിയ മാത്രമല്ല, അത് ആ പ്രോസിക്യൂഷന് നമുക്ക് ആ ഷേപ്പ് കേസിന്റെ ആ രീതിയിൽ പിന്നെ ശിക്ഷിക്കുന്ന തലത്തിലേക്ക് അവര് ആ മൊഴി പറയുന്നില്ലെന്നുള്ളതാണ്. എന്തായാലും കേരള പോലീസിന്റെ മിടുക്കില് നാട്ടുകാർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ധീരമായിട്ട് മുന്നോട്ട് പോവുക. കാര്യം ഒരു ടൈം ബൗണ്ട് ആവണം. കാരണം ഓരോ മണിക്കൂറിലും ഓരോ പുതിയ MDMA വിദ്യാർത്ഥി ഇതിൽ പെട്ടുപോകുന്നു. അപ്പോൾ അതുകൊണ്ട് ധീരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. നമ്മളിനിയും കാണും, തീർച്ചയായിട്ടും കാണണം. ഇതൊരു ക്രൈസിസ് ആണല്ലോ, കണ്ടേ പറ്റും. അതെ, നമ്മള് ഈ ക്രൈസിസ് നമ്മൾ ഓർക്കം ചെയ്യും. അല്ലെ, ക്രൈസിസ് കണ്ട് അങ്ങയുടെ ചിരിച്ച മുഖത്തോടെ നമ്മൾ താങ്ക് യു. നമ്മളിങ്ങനെ പോകുമ്പോ ഈ ആശങ്ക ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോ സംസാരിക്കാൻ പോവാണോ? ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു ദൃശ്യ ഭംഗിയുണ്ടല്ലോ കുട്ടനാടിന്റെ ഒരു എത്തിക്കണം. കാരണം ഒരു ഞരമ്പ് ഇപ്പോഴും പച്ചയായുണ്ട്, പ്രതീക്ഷയുണ്ട്. സച്ചിദാനന്ദ മാഷ് പറഞ്ഞതുപോലെ പ്രതീക്ഷയുണ്ടെന്ന് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. മലയാളിക്ക് ചായയും കട്ടൻ കോഫിയും ഒക്കെ ആവശ്യമുള്ളതല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങ് വേണേ കൂടി നിർത്തിക്കോളൂ. എന്താ പേര്? അപ്പച്ചൻ. അപ്പച്ചോ, ഞാൻ ചായ കുടിച്ചു. കണ്ടായിരുന്നു അല്ലേ? ഞാൻ രാവിലെ ഒരു ചായക്കടയിൽ പോയായിരുന്നു. ഇദ്ദേഹം അവിടെ ഇരിപ്പുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിന് പലതരത്തിലുള്ള മാർഗം. ഇപ്പോൾ ഒരു പ്രൈം ചെസ് ടൂർണമെന്റ് ഇവിടെ നടക്കുകയാണ്. അത് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് മനോഹരമായ കുട്ടനാടിന്റെ പ്രകൃതി ഭംഗി, ആലപ്പുഴ ജില്ലയുടെ ഭംഗിയൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കാൻ പോവാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ചെസ് എന്താണ്, എത്രമാത്രം ലഹരി ഉണ്ടാക്കും എന്നുള്ളതിലേക്ക് കടക്കും. ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ചെസ് ടൂർണമെന്റ് നടക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ആ സ്റ്റോറി, കുട്ടനാടിന്റെ സൗന്ദര്യം അല്ലേ?